ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ്. എന്താ രാവിലെ തന്നെ സ്നേഹമാണല്ലോ. അതാ എന്റെ സ്നേഹത്തിലാണല്ലോ അച്ഛനും മോളും. ഫുൾ ലവ് ലവാ. ഒരു ചെക്ക ഉണ്ടായിരുന്നു ഇവിടെ. അമ്മന്റെ ഒരു ചെക്ക ഉണ്ടായിരുന്നു ഇവിടെ. എവിടെ ഒരു ചെക്ക? മസാജ് വേണോ? മസാജ് വേണോടി തങ്കമ്മേ, നമ്മുടെ പൊന്ന്, നമ്മുടെ ഷൊട്ടേ. ഗുഡ് മോർണിംഗ് ചോറു ബേബി, ചോറു ബേബി. സോറോയും കൊക്കോയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് നിങ്ങൾ കേൾക്കുന്നത്. അവിടെ എവിടെ പോകണം? ഇവിടെ വാ. ഞാൻ സുഖി ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, മ്യൂസ്ലി. അപ്പം എനിക്ക് തോന്നുന്ന ഞാനൊന്ന് മ്യൂസ്ലി കഴിക്കാൻ പറഞ്ഞിട്ട് ഞാനും ഇതാ മ്യൂസ്ലി കഴിക്കുന്നുണ്ട്. ഡാ റൂമിൽ പോവാതെ ഇവിടെ വാ. ഇപ്പം ദീദി വരും. അപ്പം വേറെ ഒന്നും ഉണ്ടാക്കാൻ ഇപ്പം സമയമില്ല. അപ്പം ദീദി വരുമ്പോഴത്തേന് വേഗം കഴിച്ച് ഫ്രീ ആകാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് കഴിക്കട്ടെ. ശരി, കഴിഞ്ഞു. കൊക്ക ക്വയറ്റായി. നീ ഇനി മിണ്ടാണ്ടിരിക്കും അല്ലേ റൂഫി? ഹായ് മിസ്റ്റർ ഹസ്ബൻഡ്, എന്താ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോണത്? എന്റെ ഭാര്യക്ക് ഹെയർ പ്യൂരിഫയർ എടുത്തതാ. താങ്ക് യു ഹസ്ബൻഡ്. അപ്പോ ആ ബെഡ്റൂമിന് ഒരു സിംഗിൾ ഇത് 200 സ്ക്വയർ ഫീറ്റിന്റെ ചെറിയ ഇത്. സോ മോഡൽ നോക്കി പറഞ്ഞ നിവൽ ഹെയർ ടച്ച് V1 നല്ല റിവ്യൂ നോക്കിയിട്ടാ വായിച്ചത്. ഓക്കെ, സോ വിൽ അൺബോക്സ് ഫസ്റ്റ്. പക്ഷെ ഇവിടെ പിന്നാലെ എന്തോ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് അത് നോക്കാം. ബില്ലായിരിക്കും. ഇതാ ബില്ലായിരിക്കും. ആ ബില്ല. അപ്പോ ഇതാവശ്യമില്ല. ഓക്കെ, റെഡിയാണോ? യെസ്. ഓക്കെ, നോക്കിയാ വാങ്ങിച്ചത്. അത് കുഴപ്പമില്ല. അത് ഞങ്ങളുടെ രണ്ടാളുടെ മലയാളത്തിൽ ഇപ്പൊ കൊറേ മിസ്റ്റേക്സ് വരുന്നുണ്ട്. അത് എനിക്ക് എന്റെ മലയാളത്തിൽ മിസ്റ്റേക്സ് വരുമ്പോഴാ എനിക്ക് വേർഡ്സ് മലയാളം മിസ്റ്റേക്ക് ഒന്നുമില്ല. പിന്നെ വാങ്ങിച്ചത് എന്നുള്ളതിന് നീ ഇപ്പൊ വായിച്ചത് പറഞ്ഞു. നിന്റെ മലയാളം മിസ്റ്റേക്ക് അല്ല, നിന്റെ മലയാളം നല്ല ഫണ്ണിയാണ്, ക്യൂട്ട്. മതിയാ? അതല്ല ഇപ്പൊ കേൾക്കേണ്ടിയിരുന്നത്. ഇവിടെ എന്റെ കിഡ്സ് ഇവിടെ ഇരുന്നിട്ട് നോക്കുന്നുണ്ട്. എവിടെ ഇതാ ഞങ്ങൾ എല്ലാരും ഓഡിയൻസ് ആണ് ഇന്ന് ഡാഡിന്റെ. കോമ്പാക്ട് ആണ്. അതാണ് എന്നെ അട്രാക്ട് ചെയ്തത്. അതിന്റെ സൈസായിരുന്നു. കുഞ്ഞു സൈസാണ്. ട്രാവൽ ചെയ്യുമ്പോഴും എനിക്ക് ട്രാവൽ ചെയ്യുമ്പോ കൊണ്ടുപോകുന്നതല്ല, എപ്പോഴും ഇങ്ങനെ പിടിച്ചിട്ട് നടക്കാനുള്ളതല്ല. ശരിയാ, ഇത് വീട്ടിലൊരു മൂലയിൽ ഇരിക്കും, അത്ര ഉള്ളൂ. പക്ഷെ ഒന്ന് ഞാൻ എപ്പോഴും വായിച്ചത് ഹെപ്പ ഫിൽറ്റർ 13 മേടിക്കുന്ന നോക്കണം, ഏത് എയർ ഫിൽറ്റർ ആയിരുന്നെങ്കിലും, ബിക്കോസ് ഇറ്റ് ഈസ് ഈസിലി അവൈലബിൾ. കറക്റ്റാ, അതുകൊണ്ട് ഹെപ്പ 13 അത് നോക്കിട്ടാ പറഞ്ഞത്. പിന്നെ വേറൊരു റിവ്യൂ ഞാൻ വായിച്ചു. കുറെ ആൾക്കാർ ചെയ്യണ മിസ്റ്റേക്ക്, എയർ പ്യൂരിഫയർ നിലത്ത് വെക്കും, താഴെ വെക്കാനേ പാടില്ല, ഗ്രൗണ്ട് ലെവലിൽ നിന്ന് പൊക്കി വെക്കണം. അതായത് ഒരു സൈഡ് ടേബിളില് അങ്ങനെ അത് ചെറിയ സൈസ് ആയിട്ടിരിക്കുമ്പോ അതൊന്ന് വലുതല്ല. ഞാൻ ഇതിന് പറയാ, ഇത് താഴെ വെച്ച എഫക്ട് കിട്ടൂല അത്ര. പിന്നെ എന്തായാലും എനിക്ക് അവിടെ സൈഡ് ടേബിൾ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അവിടുത്തെ പ്ലാന്റിനെ ഓൾറെഡി മാറ്റി. പിന്നെ ഇതുണ്ട്, അതാ 253 സ്ക്വയർ മീറ്റർ. അപ്പൊ ഒരു ബെഡ്റൂമിന് ബെസ്റ്റാ. 152 എന്തായിരുന്നാലും തുറക്കാം. പ്രോഡക്റ്റ് കാണിക്കാം. സ്റ്റാർട്ട് ഗൈഡും തന്നിട്ടുണ്ട്. പിന്നെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് തന്നിട്ടുണ്ട്. തുടങ്ങിയില്ല? ഓക്കെ, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് തുടങ്ങാ. മാനുവൽ വായിക്കൂല, കുറച്ച് മാനുവൽ വായിക്കണം. വായിക്കാം. പ്ലഗ് അൺബോക്സ്. ഉള്ളിലൊന്നുമില്ല, ലൈറ്റ് വെയിറ്റ് ആട്ടോ. കോമ്പാക്ട് ആയിട്ടുണ്ട്. റിവ്യൂ ഒക്കെ നോക്കിട്ടാ വാങ്ങി. പിന്നെ ഇതില്ലേ, വാങ്ങി 9 monthsന്റെ ഉള്ളിൽ നമുക്ക് എക്സ്ട്രാ 2 years വാറണ്ടി വരെ പർച്ചേസ് ചെയ്യാം. അതിന് അത്ര ഒന്നുമില്ല, 499 എന്തോ ഉള്ളൂ. ഇതിനൊരു 1 year വാറണ്ടി കിട്ടും കമ്പനീന്റെ. പിന്നെ ആമസോൺ ഈസ് ഓൾസോ പ്രൊവൈഡിങ് another 2 years വാറണ്ടി. So we can pay another 499 and get extra 2 years വാറണ്ടി. മാനുവൽ വായിക്കണോ? മാനുവൽ ഒന്നും വായിക്കണ്ട.
റെഡിയാണോ? സോ ഇതില് എയർ അബ്സോർബ് ചെയ്യുന്നത് ഫിൽട്ടർ ആയിട്ട് മേലെ കൂടെ വരും. ഓക്കെ, സോ അപ്പോ ഇതിനെ മാറ്റി പൊട്ടിക്കൂല, ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചത് കൊണ്ട് ഫിൽറ്റർ ഉണ്ടാവും. ഇതാണ് ഫിൽറ്റർ. എടോ പതുക്കെടോ, എല്ലായിടത്തും എറിയണ്ട്. തിരിച്ച് ഏത് സൈഡിലാണെങ്കിലും ഒക്കെ അത് കുഴപ്പം. പിന്നെ ഫിൽറ്റർ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും കുറച്ച് കഴിയുമ്പോൾ. 6 months 1500 വരുന്നുണ്ട്. ഇത് എന്താ റീഡ് ഇറ്റ് ഔട്ട്. ഇല്ല, അത് മറ്റേ ഇത് വാർണിംഗ് സിമ്പിൾ, അത് ഈ കവറിന് അഴിക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 year വാറന്റി ഒക്കെ ഇതിലുണ്ട്. കമ്പനി ഓൾറെഡി 2 year തരുന്നുണ്ടോ? 1 year 2 year? 2 year. അപ്പൊ എക്സ്ട്രാ 2 year പറയുമ്പോ അത് കഴിഞ്ഞിട്ട് 2 year തുടങ്ങും. അപ്പൊ 4 years കിട്ടും ടോട്ടൽ. ഓക്കെ, നൈസ്. എല്ലാം വെച്ചോ, ഇനിയിപ്പോ നമുക്ക് ഫംഗ്ഷൻ ഒക്കെ നോക്കിയിട്ട് വേണ്ടേ. ഇതുണ്ട്, ഇതാണ് കമ്പനി റീപ്ലേസ്മെന്റ് ഉണ്ട്. അപ്പോ ഒന്നും കളയണ്ട, പാക്കേജും ഒന്നും കളയണ്ട, പേപ്പേഴ്സ് ഒക്കെ വെച്ചു. ചുമ്മാ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഡിസ്പ്ലേ എവിടെയാണ്? മേലെ ഇവിടെ ഉണ്ട്. സോ ഇത് ഓണ് ഫാനിന്റെ ഇത് ശരിയാ. എന്താ ഇപ്പൊ ഓൺ ചെയ്ത ഉടനെ റൺ ആകുന്നുണ്ട്. ഇത് ഫാൻ ഫുൾ സ്പീഡിൽ റൺ ആകുക എപ്പോഴും തുടങ്ങുമ്പോ. ഓക്കെ, സോ യൂഷ്വലി എങ്ങനെ ചെയ്യണം പറഞ്ഞാ, നീ തുടങ്ങിയ ഉടനെ ഫാൻ ഫുൾ സ്പീഡിൽ റൺ ആകുന്നുണ്ട് പറഞ്ഞാൽ കുറച്ച് നേരം റൺ ചെയ്യാൻ പറ്റും. ശരിയാ, പിന്നെ അത് സൈലന്റ്. പിന്നെ നിനക്ക് ഫാൻ സ്പീഡ് കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ നീ ഒരു ലെവലിൽ കുറച്ച് നേരം ഓടിയിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ 1 വെച്ച് പറഞ്ഞാൽ ഇത് പാട്ട് മൈൽഡായിട്ട് അങ്ങനെ റൺ ആയിട്ടിരിക്കും എയർ പ്യൂരിഫയർ. പക്ഷെ ഫസ്റ്റ് എപ്പോഴും ഇങ്ങനെ വെക്കുമ്പോൾ ഇറ്റ് വിൽ അബ്സോർവ് എവറി എയർ, സോ ഇറ്റ് വിൽ ക്ലിയർ ഔട്ട് ദ റൂം മച്ച് മോർ ക്വിക്ക്. അപ്പൊ ഇതുകൊണ്ടാണ് റിവ്യൂവിൽ ഞാൻ വായിച്ചത്, ഇതിലിപ്പോ ഡിസ്പ്ലേ അങ്ങനെ ഇല്ലല്ലോ, സ്മാർട്ട് ഡിസ്പ്ലേ. അപ്പൊ ഇത് V1 ആണ്, V5 ഉണ്ട്. അപ്പൊ V5 ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് നമ്മളെ റൂമിൽ കൊണ്ടുവന്ന് ഒരു പ്രാവശ്യം വെച്ചിട്ട് കറക്റ്റ് ചെക്ക് ചെയ്യാം. നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ ചെക്ക് ചെയ്യാൻ പറ്റും. അത്ര ഇല്ല, അതിന് നമ്മൾ AQI മീറ്റർ എടുത്താൽ മതി, ചെറുതുണ്ടല്ലോ. അത് നമ്മൾ വേണമെങ്കിൽ ഒന്ന് ഓർഡർ ചെയ്തിട്ട് 2 days അത് കാണിച്ചു തരാം. ഇപ്പൊ ഇത് അൺബോക്സിംഗ് എന്താണെന്നുള്ളത് ഒരു സിമ്പിൾ അൺബോക്സിംഗ് അത്ര തന്നെ ഉള്ളൂ കാണിച്ചത്. ഓക്കെ, ശരി. ഇനി ഇത് എന്റെ അലർജിനെ എങ്ങനെയെങ്കിലും കുറക്കുമെന്ന് നമുക്ക് നോക്കാം. ആയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാം. ഇയാള് ജീവിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ട് ഇത് കാണിച്ചു. ഏത് കാണിച്ചു കൊടുക്കണോ? കുറച്ച് നെയ്ച്ചോറുണ്ട്, അപ്പൊ അതിന്റെ കൂടെ കഴിക്കാന് ഒരു ഈസി തട്ടിക്കൂട്ട് ചിക്കൻ കറി ഉണ്ടാക്കുക പറഞ്ഞിട്ട് ഉള്ളി ഇവിടെ വഴറ്റാൻ വെച്ചിട്ടുണ്ട്. തേങ്ങയില് കുറച്ച് മസാലപ്പൊടികളെ ചൂടാക്കിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്, വറുത്ത പോലെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. തേങ്ങ അരച്ചാൽ നമുക്ക് ചാറ് കുറച്ച് കിട്ടുമല്ലോ ഗ്രേവി ആയിട്ട്. അങ്ങനെ ഒരു കറി ഉണ്ടാക്കുക പറഞ്ഞിട്ട് എളുപ്പത്തിനാക്കുക. ഒരു കാൽ കെ, അതായത് 250 to 500 ഗ്രാമിന്റെ ഉള്ളിലുള്ള ചിക്കനേ ഉള്ളൂ. ഞാൻ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഓരോ പോർഷൻസ് ആക്കി വെക്കുമല്ലോ, അതിലത്തെ ഒരു പോർഷൻ. ഇത് പെട്ടെന്ന് ആക്കാം. വർക്ക് തുടങ്ങാറായി, 1 മണിയായി. ഹാഫ് ആൻ അവറിൽ വേഗം റെഡി ആക്കണം. എന്നിട്ട് നമുക്ക് 1:30 വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ കുറെ മാരിനേഷൻ ഒന്നും ഇല്ല കേട്ടോ. ജീരകം പൊട്ടിച്ച് അണിയൻ സോട്ടേ ചെയ്തിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. പാക്കറ്റിൽ വാങ്ങാൻ കിട്ടൂല അത്. പിന്നെ പച്ചമുളക്, കറിവേപ്പില, തക്കാളി എല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിൻ്റെ ശേഷം ചിക്കൻ ഇതിലേക്ക് ഡയറക്റ്റ് ഇടും. മാരിനേറ്റ് ഒന്നും ചെയ്യില്ല. നമ്മളെല്ലാ മസാലപ്പൊടി ഓൾറെഡി വറുത്തിട്ട് തേങ്ങൻ്റെ കൂടെ ഇട്ട് അരക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ പോലാക്കി എടുക്കുക, മീൻസ് ഒന്ന് വേവിച്ചെടുക്കുക. വെള്ളം ഒന്നും ചേർക്കാണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനൊന്ന് ഒരു ഇച്ചിരി കുക്കാക്കി എടുക്കുക. പിന്നെ നമ്മൾ ആ തേങ്ങൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക, വേവിക്കുക. അത്ര തന്നെ, വേഗം കറി റെഡി. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ, ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് തേങ്ങ പേസ്റ്റ് ഒഴിച്ചു, അത്ര തന്നെ വെള്ളം ഒഴിച്ചു കേട്ടോ. അപ്പോഴാ ചാറുണ്ടാവുക. പാത്രം ചെറുതായോ എന്നൊരു ഡൗട്ട്. വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുക ഗ്രേവിക്ക്. ഒന്ന് മിക്സ് ചെയ്തിട്ട് നോക്കട്ടെ. എന്നിട്ട് കുറച്ചുകൂടെ ചാറ് ഒഴിക്കുക, മീൻസ് വെള്ളം ഒഴിക്കുക. ഇങ്ങനെ നമ്മുടെ
യമ്മി തേങ്ങ അരച്ച ചിക്കൻ കറി ഇവിടെ റെഡിയായി. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. പിന്നെ എന്താണ്, കുറച്ച് കൊറിയാണ്ടർ ലീഫ് ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇത് പൊറോട്ടന്റെ കൂടെയും നെയ്ച്ചോറിന്റെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റാണ്. ഇപ്പത്തേന് ഞങ്ങൾ നെയ്ച്ചോറ് കഴിക്കും, പിന്നെ സുഗി കഴിച്ചിട്ടേ കിടക്കണുള്ളൂ. പിന്നെ അവ എണീറ്റിട്ട് പിന്നെ കഴിക്കുമ്പോഴത്തേന് പൊറോട്ട ഉണ്ട്, അല്ലെങ്കിൽ ദോശമാവും ഉണ്ട്. കാര്യം പറയാൻ വിട്ടുട്ട, ലാസ്റ്റ് ഇറക്കണേന്റെ കുറച്ച് മുന്നേ ആയിട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്ന് വെറുതെ ഇളക്കി വിടുക. എരിവൊക്കെ ഓൾറെഡി ഉണ്ട്, മുളക് പൊടിന്റെയും പച്ചമുളകിന്റെയും ഒക്കെ. ഈ ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ട, ഇത്ര നേരം ശരിക്കും ഇവർ രണ്ടാളും അടുത്തടുത്ത് മുട്ടിയായിട്ടാണ് കടന്നിരുന്നത്. പക്ഷെ ഞാൻ ഒരു സെക്കൻഡ്സിന്റെ ഡിഫറൻസ്, ഞാൻ വരുമ്പോഴത്തേന് ഒരാൾ ആ എൻഡിലും ഒരാൾ ഈ എൻഡിലും ആയി. അയ്യോ എന്റെ ക്യൂട്ടി പൈസ്. ലവ് യു സോറോ, ലവ് യു റൂഫി. ഓക്കെ, ഇങ്ങോട്ട് നോക്ക്. എവിടെ, നല്ല ഉറക്കത്തില്ല. അങ്ങനെ ഞങ്ങളുടെ ലഞ്ച് ഇവിടെ റെഡിയായി. ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. കറക്റ്റ് ഫുഡ് കൊണ്ടുവന്ന് വെച്ച് വന്നപ്പോൾ ഉറങ്ങണോരൊക്കെ എണീറ്റ് വന്നേക്കണം. എന്താ പോയി ഉറങ്ങിക്കോ. ഇവരൊക്കെ കഴിച്ചതല്ലേ രാവിലെ എന്തെങ്കിലും? കുറച്ച് വൃത്തിയുള്ളോടത്ത് ഇവരിനെ നടക്കാൻ കൊണ്ടുവരാ. അപ്പൊ ഇവര് ഫ്രീ ആയിട്ട് കുറച്ച് ഓടി കളിച്ചോട്ടെ പറഞ്ഞ് കൊണ്ടുവന്നതാ. പക്ഷെ ഇപ്പൊ ഈ ഹൈവേയിലും വണ്ടി വരുന്നുണ്ട്. അപ്പുറത്തേക്കുള്ള സ്ഥലം, ഇത് ചന്തപുര പോണതാണ്. അത് ഓപ്പൺ ആയില്ലേന്ന് അറിയില്ല, ഡോണ്ട്. പക്ഷെ നിറയെ വണ്ടികൾ വരുന്നുണ്ട്. എന്താ റൂഫി വിളിച്ചാ വരാത്ത തീരെ? അടി വേണം നിനക്ക്? വിളിക്കുമ്പോ ഓപ്പോസിറ്റ് സൈഡിൽ പോണ്. വാ സോറ, ഗുഡ് ബോയ്. വാ സോറ, മമ്മി വിളിച്ചപ്പോ വന്നു, നല്ല കുട്ടിയായിട്ട്. ഒരു പൊമേറിയൻ വരുന്നുണ്ട്. ഫ്രണ്ട്ലി ആണോന്ന് അറിയില്ല, നോക്കാം. പിള്ളേരിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് കാലുവേദന എടുത്തിട്ട് സുഖി ഓടിയിട്ടിരിക്കട്ടെ. ഫുട്ബോളിന്റെ നല്ല കാലുവേദന ഉണ്ട്. പക്ഷെ അങ്ങനെങ്കിൽ ഇവർ ഓടുമോ പറഞ്ഞിട്ട് സുഖിയും കൂടെ ചേർന്ന് ഓടുക. ഇവിടെ നിറയെ പശുക്കളാണ്. ഹായ് സൺസെറ്റ്. ഇവിടെ കറക്റ്റ് സൺസെറ്റ് ഇട്ടാ. ഞങ്ങൾ എപ്പോഴും മറ്റേ സൈഡല്ലേ പോവാം. അപ്പം അവിടെ ഇതുപോലെ സൺസെറ്റ് കാണൂല. അവിടെ കുറേ ദൂരെ മരങ്ങളുടെ ഇടയിലാണ് കാണും. ഇത് കുറച്ചുകൂടെ അടുത്തായിട്ടുണ്ട്. ഞാനൊരു ജിഞ്ചർ ഗ്രീൻ ടീ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ അടിപൊളി ചിക്കൻ കറി ഉള്ളതുകൊണ്ട് വിചാരിച്ച് ഇവിടെ ഫ്രിഡ്ജിൽ പൊറോട്ട ഉണ്ടായി. സുഖി എന്തായാലും രാത്രി പൊറോട്ടയെ പറഞ്ഞു. അപ്പോൾ എനിക്കും കൊതിയായി. അയ്യോ കരിയാൻ തുടങ്ങി. സുഖി ഇത്ര മതി? അതിന്റെ കറക്റ്റായാ? പാകമായ? കഴിഞ്ഞ പ്രാവശ്യം ഓവറായി. മതിയാ? ഒരു ഇച്ചിരി എണ്ണ സ്പ്രേ ആക്കും ഇവിടെ. മതി മതി മതി. ഇവൻ കൊറേ എണ്ണ ഒഴിക്കുകയായി. അപ്പൊ അവന്റെ പൊറോട്ട നല്ല ടേസ്റ്റാ. ഞാൻ എണ്ണ പിശുക്കി ഒഴിക്കണ കാരണം അപ്പൊ എന്റെ പൊറോട്ട ഹാർഡ് പോലെ ഉണ്ടാവും. അവന്റെ നല്ല നൂല് പോലെ വരും. ശരി, ഞാൻ പൊറോട്ടയും ചിക്കൻ കറിയും ഗ്രീൻ ടീയും കുടിക്കട്ടെ. ഇതാണ് ഇന്നത്തെ എന്റെ ഡിന്നർ. സമയം ഓൾമോസ്റ്റ് ഒരു 6:30 കഴിഞ്ഞു. വേഗം കുടിച്ചിട്ട് ബ്രേക്കും അപ്പോഴത്തേന് കഴിയും. എന്നിട്ട് അങ്ങനെ വർക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. ഈ യൂട്യൂബിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. നമ്മൾ ഡേ 23 ഇട്ട വീഡിയോ ഇന്ന് ഗ്ലോബലി ബ്ലോക്ക് ആയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ബ്ലോക്കിംഗ് ദ വീഡിയോ ഗ്ലോബലി. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എത്രയായിരുന്നു സുഖി? 38, 40. ഒരു 20 സെക്കൻഡിൽ നമ്മൾ എന്താ കാണിച്ച്? ഫീഫ അല്ലേ, മറ്റേ അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട്. അതിൻ്റെ ഒരു ഇച്ചിരി TV-യിലത്തെ ക്ലിപ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ കയറിയിട്ട് സ്ട്രൈക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ചാനൽ സ്ട്രൈക്ക് വന്നിട്ടില്ല, വീഡിയോ പക്ഷെ ഗ്ലോബലി ബ്ലോക്കായി. ഇപ്പം നമ്മളത് യൂട്യൂബിൽ നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു 20 സെക്കൻഡ് നമ്മൾ അതിൽ ട്രിം ഔട്ട് ചെയ്ത് കളയണം. അപ്പോൾ അതിനിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ചാനലിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതേസമയം ഇവിടെ ഡബിൾ ഡെക്കർ ബെഡിൽ കിടന്നുറങ്ങണ പോലെ രണ്ടാൾ കിടന്നുറങ്ങണുണ്ടോ ഒരേപോലെ. താഴെ സോറോ, മേലെ റൂഫി. ഫുഡൊക്കെ അടിച്ചിട്ട് സുഖമായി കിടന്നുറങ്ങുക. ഞാൻ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തേ വന്ന് രണ്ടാൾ സെറ്റിലായതാണ്.
ഞാൻ പെട്ടെന്ന് നോട്ടിഫിക്കേഷനിൽ വീഡിയോ ഗ്ലോബലി ബ്ലോക്കായി പറഞ്ഞ് സുഗീനെ വിളിച്ചു വരുത്തി. സോർട്ടഡ്. ഇന്ന് ഫസ്റ്റ് ഡേ ഓഫ് എയർ പ്യൂരിഫയർ ആണ്. ഓൺ ചെയ്തിട്ട് ഫസ്റ്റ് ഡേ അല്ല, അപ്പോൾ ഫുൾ സ്പീഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഫുൾ സ്പീഡിൽ ഓൺ ചെയ്തിട്ട് ഉറങ്ങി നോക്കാം. എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുമായിരിക്കും, നോക്കാം. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഹലോ. സോ നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമ്മൾ വർക്ക് കഴിഞ്ഞു. തിരുവാതിര പ്രാക്ടീസ് ഉണ്ടായിരുന്നു. മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ഞങ്ങൾക്ക് പ്രാക്ടീസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇന്ന് നല്ലോണം കളിച്ചു. ഒരു 4-5 പ്രാവശ്യം കളിച്ചു. അതുകൊണ്ട് കുറച്ച് നല്ല വേർത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്രഷ് ആകണം, കിടന്നുറങ്ങണം, അത്ര തന്നെ. സോ ഇന്ന് നമുക്ക് ഒരു കോട്ട് എടുത്തിട്ട് ഡേ വൈൻഡപ്പ് ചെയ്യാം. റെഡാ വന്നുള്ളത്, റെഡ്. നോട്ട് ഹൗ ലോങ് ബട്ട് ഹൗ വെൽ യു ഹാവ് ലിവ്ഡ് ഈസ് വാട്ട് മാറ്റർ. കറക്റ്റ് അല്ല? അതായത് നിങ്ങൾ എത്ര കാലം ജീവിക്കുന്നല്ല, നിങ്ങൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അപ്പോൾ എന്താണ്, കുറെ ആയുസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണതിനേക്കാളും ഉള്ള ആയുസിൽ ഉള്ള വയസ്സിൽ നമുക്ക് എന്തൊക്കെ നല്ലത്, മീൻസ് മെമ്മറബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ട്രാവൽ ചെയ്യുക, വേറെ എന്തെങ്കിലും ഡ്രീംസ്, ഇപ്പോൾ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ട് ബക്കറ്റ് ലിസ്റ്റിലുണ്ടെങ്കിൽ അത് ചെയ്യുക. പിന്നെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, ഇഷ്ടമുള്ള സ്ഥലത്ത് പോവുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് കൂടുതൽ കാലം ജീവിച്ചു, ഞാൻ 100 വയസ്സ് വരെ ജീവിച്ചു പറഞ്ഞിട്ട് അതിനുള്ള ഇമ്പോർട്ടൻസ്. അതാണ് ഇന്നത്തെ കോട്ട്. ഞാൻ നല്ല ടയേർഡാണ്. കാരണം കഴിഞ്ഞ 2 ദിവസത്തെ എല്ലാം കൂടെ ഇന്നാണ് എനിക്ക് കിട്ടിയുള്ളത്. പീരിയഡ്സിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും പിന്നെ കാലൊക്കെ നല്ല വേദന ഉണ്ട്, ഫുട്ബോൾ കളിച്ചതിൻ്റെ എല്ലാത്തിൻ്റെയും. അപ്പോൾ കുറച്ച് ടയേർഡ് ഡേ ആയിരുന്നു. ഓക്കെ. സോ പിന്നെ ഞാൻ എയർ പ്യൂരിഫയർ വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഫീഡ്ബാക്ക് പിന്നെ പറയാം. എങ്ങനെയുണ്ട്, അത് വെച്ചത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ, അലർജീൻ്റെ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പിന്നീട് പറയാം. സോ താങ്ക് യു ഫോർ ചൂസിങ് ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റ് ഇടുക എന്തെങ്കിലും. സോ എൻ്റെ വീഡിയോന് റീച്ച് ആക്കി തരിക. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ദിസ് സ്മോൾ ചാനൽ. Stay happy, stay healthy. Love you all. Good night. Bye bye.